ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ വസന്തത്തെ പനിനീർപ്പ് പോലെ നീർച്ചാലിനരികിൽ ലില്ലി പോലെ. മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ. ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ. മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ആവേ മരിയ. ഇന്ന് വണക്കമാസത്തിലേറെ പ്രധാനപ്പെട്ടതായിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ ഇഹലോക ജീവിതത്തിൽ കടന്നുപോയ വ്യാകുലതകൾ അല്ലെ ദുഃഖങ്ങളുണ്ട് എന്നും അതിന് സ്വർഗീയമായ ഒരു കാരണങ്ങൾ ഉണ്ട് എന്നും അത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ആ വിഷമതകളെ കടന്നു പോയത് എന്ന് ധ്യാനിക്കണമെന്നാണ് ഇന്നത്തെ വണക്കത്തിൻ്റെ ഓർമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇന്ന് ഈ അൾത്താരയിൽ പറഞ്ഞ ഒരു അമ്മയും മകളും കൂടെ ഒരു സാക്ഷ്യം പറഞ്ഞു. അതിൽ അമ്മ വലിയ പ്രാർത്ഥനക്കാരിയാണ്. പല കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കൽ സാഹചര്യം. അമ്മ വലിയ പ്രാർത്ഥനക്കാരി, ജീവിത പങ്കാളി ഒരു മീഡിയം എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ല എന്നുള്ളൊരു, മക്കൾ പ്രാർത്ഥനയുണ്ട് പക്ഷേ അമ്മയെപ്പോലെ തീക്ഷ്ണതയില്ല, അപ്പൻ്റെ നിർബന്ധമില്ലാത്തതുകൊണ്ട് അങ്ങനെ വിശ്വാസക്കുറവും ഇല്ലാത്തുള്ളൊരു അവസ്ഥ. അപ്പോൾ ഈ മകളുടെ സംശയം, അമ്മ ഇത്ര പ്രാർത്ഥിച്ചിട്ടും വീട്ടിലെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും മാറുന്നില്ല. അപ്പോൾ അവൾ +1 പരീക്ഷ എഴുതുകയാണ്, നല്ലോണം പഠിക്കും. അപ്പോൾ ഇത്ര പ്രാർത്ഥിച്ചിട്ടും അമ്മയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സന്തോഷങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം സാധാരണ ഒരു വലിയൊരു യുക്തിയാണ്. അപ്പം ഈ ഒരു ദുഃഖത്തിനോടുകൂടി അമ്മ ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് അപ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മേ നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇപ്പോൾ പ്രാർത്ഥന പോരാഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് എക്സ്ട്രാ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ദൈവാനുഗ്രഹം ഒന്നും ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് കാണണില്ലല്ലോ എന്ന് അമ്മയെടുക്കൽ ഇങ്ങനെ പറയും. ഇപ്പം ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് തന്നെ
ഒരു പരിശുദ്ധാത്മ അഭിഷേകം എന്നൊക്കെ നമുക്കിങ്ങനെ ലോകത്തിൻ്റെ കാര്യങ്ങൾ നടക്കാനല്ലല്ലോ മോളെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുമ്പോഴും അമ്മയുടെ ഉള്ളൊരു വിഷമമുണ്ട്. കാരണം എൻ്റെ മകളുടെ ജീവിതത്തിൽ ദൈവമേ ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം കൂടി തലയ്ക്ക് പിടിച്ച് അവസാനം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവള് പള്ളിയില്ല, വട്ടക്കാരും ഇല്ല, മാതാവില്ല, കർത്താവും ഇല്ല, അതൊക്കെ ആയി പോവെന്ന് ഒരു ടെൻഷനുണ്ട്. അത് സ്വാഭാവികമായിട്ട് ആ അമ്മയുടെ ടെൻഷൻ അതാണ്. അല്ലാതെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടോ എന്നുള്ളതല്ല ടെൻഷൻ. ഇപ്പം ഈ കുഞ്ഞ് പറയണ കാര്യങ്ങൾ ഇവൾ ചിന്തിച്ചു കൂട്ടി നാളെ ഇവളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നൊരു ടെൻഷന്. അങ്ങനെ ഇരിക്കെ വർഷങ്ങളോളം പഴക്കം ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തിയുടെ ഒരു നടുവേദനയൊക്കെ മാറിപ്പോകുന്നു. അപ്പോഴും കൊച്ചിനങ്ങനെ വലിയ വിശ്വാസം ആവുന്നില്ല. കാരണം വർഷങ്ങളോളം ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ മരുന്ന് പണ്ട് കഴിച്ച മരുന്നിൻ്റെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവൾക്കൊരു പരീക്ഷ വരുന്നു. അതിൽ പരീക്ഷ വരുമ്പം ഇവൾ പറയാം, അമ്മേ എനിക്ക് മാത്സിന് ഫുൾ മാർക്ക് കിട്ടണം. ഇത്രയും നാൾ ഞാൻ പരീക്ഷ ചെയ്തിട്ട് മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആ മാർക്ക് കിട്ടുമെങ്കിൽ അമ്മ പറയണ മാതാവിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. അപ്പോൾ ഇതൊരു തരം ഒരു പരീക്ഷണമായിട്ടല്ല, ഈ ചേച്ചി നേരത്തെ തന്നെ പ്രാർത്ഥിക്കണുണ്ട് എൻ്റെ മകൾക്ക് അവളുടെ ജീവിതത്തിൽ അവൾ അപ്പനെയും അമ്മേനെയും മറന്നാലും ദൈവത്തെ മറക്കാതിരിക്കാൻ ഒരു അനുഭവം കൊടുക്കണമെന്ന്. അപ്പോൾ ചേച്ചി ഇവിടെ ഓടി വന്ന് ഉടമ്പടിയിൽ എഴുതും, എൻ്റെ മകൾക്ക് അമ്മ ഇതെങ്ങനെ ചോദിക്കണമെന്ന് അറിയത്തില്ല, എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, അവളൊരിക്കലും ദൈവത്തെ വിട്ടു പോകരുത്, ഇങ്ങനൊരു ആവശ്യം അവൾ പറയുന്നുണ്ട്, അവളുടെ മേൽ കനിവുണ്ടാണേന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് തിരികെ പോകുന്നു. അവിടെ തിരികെ ചെന്നതിന് ശേഷം അവൾ പറയുന്ന പോലെ അമ്മ അവൾ കാശ് രൂപമൊക്കെ കൊണ്ട് പരീക്ഷ എഴുതുന്നു. പതിവിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ക്ലൈമാക്സിൽ ഈ പരീക്ഷാ സാക്ഷ്യങ്ങൾ മാത്രം കുട്ടികൾ പറയുന്ന കേട്ടിങ്ങനെ നമുക്ക് മനസ്സിലാവും. പഴുതിന് വ്യത്യസ്തമായിട്ട് അവൾ ഇതുവരെ എഴുതുന്നതിനേക്കാളും ടഫായിട്ടുള്ള പരീക്ഷയായിരിക്കും ജയിക്കുന്ന പരീക്ഷ. അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കാൻ മനസ്സിലാകുന്നൊരു സത്യമാണ്. അപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷ എഴുതുന്നു. അപ്പോൾ ഇവള് പരീക്ഷ ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിളിച്ച് അമ്മയുടെ കരയാം, അമ്മ എന്തായാലും ഇപ്രാവശ്യം അമ്മയുടെ മാതാവും കർത്താവും ഒന്ന് രക്ഷിക്കാൻ വഴിയില്ല, ഞാൻ തന്നെ എഴുതിയിട്ട് എനിക്ക് തന്നെ അറിയാം ഇതൊന്നും നടപടിയാണ്, കേസല്ല. അപ്പോൾ ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇപ്പം കുറച്ച് കരയുകയും ചെയ്യണം. അപ്പം അമ്മ പറയും, അമ്മ എവിടുന്നോ ശക്തി ഉൾക്കൊണ്ട് മാതാവിനോട് പറയും, മാതാവേ ഞാൻ പറയുകയാണ്, എടി നീ പേടിക്കണ്ട, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ളൊരു മാർക്ക് മാതാവ് തരും. എന്നിട്ട് ഈ അമ്മ ഓടി വന്ന് മുട്ടുകുത്തി കൈവരിച്ച് മാതാവിൻ്റെയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മാതാവേ അവൾ എന്നെ വിട്ടു പോകുന്നതിനെന്നല്ല, നാളെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമായിരിക്കും, പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോട്ട് പോകുമായിരിക്കും, പക്ഷെ അവരൊരിക്കലും നിന്നെയും കർത്താവിനെയും വിട്ടു പോകാനായിട്ട് നീ ഒരിക്കലും ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കും. അതിന് മാർക്ക് പറഞ്ഞാൽ അവൾക്കൊരു ബോധ്യം. അപ്പം ഈ ഒരു ഇതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഇവൾക്ക് മാർക്ക് വരുന്നതും അതവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർക്ക് ലഭിക്കണതും അവൾക്ക് തന്നെ മാത്സിൽ 60 ഔട്ട് ഓഫ് 60 കിട്ടണതും ആ സ്കൂളിലെ ടോപ്പറായിട്ട് പുള്ളിക്കാരത്തി മാറുന്നത്. അതായത് 3 മാർക്കിൻ്റെ വ്യത്യാസമുള്ളൂ, ബാക്കി ഫുൾ മാർക്ക് +1 സ്കോർ ചെയ്ത് അവിടെ ടോപ്പറായിട്ട് മാറുന്നതും എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിൻ്റെ സാക്ഷ്യമാണ്. ഇന്ന് എല്ലാവരും ഒരുപാട് കരഘോഷത്തോടെയാണ് കേട്ടത്. കാരണം അമ്മ പറയണത് കൊച്ചു ടോപ്പറായൊന്നുമില്ല, അപ്പോൾ ദൈവത്തെ വിളിക്കാത്തവരും പരീക്ഷയിൽ ടോപ്പറും ആകുന്നുണ്ട്, അമേരിക്കയിലും കാനഡയിലും പോകുന്നുണ്ട്. അതൊന്നുമല്ല വിഷയം ആ അമ്മയുടെ പ്രാർത്ഥനയാണ്. അപ്പം കർത്താവിന് മുമ്പിൽ ചില സാഹചര്യങ്ങളിൽ കർത്താവ് അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് എന്നോട് ശിഷ്യന്മാരോട് പറയും, കർത്താവ് ഈ കൊച്ചിന് എന്ത് പറ്റി, ഇങ്ങനെ ബുദ്ധിമുട്ടുവാണല്ലോ. അപ്പോൾ കർത്താവ് പറയും, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ടുള്ളൊരു സാഹചര്യമാണെന്നാണ് കർത്താവ് പറയണത്. അല്ലാതെ കൊച്ചിൻ്റെ രോഗം മാറാനുള്ള സാഹചര്യം എന്നല്ല പറയണം. ഇത് ഇപ്പം ഞാൻ സൗഖ്യപ്പെടുത്താനാണ് പോകുന്നത്, ഇത് ദൈവമഹത്വം വെളിപ്പെടാനായിട്ടൊരു സാഹചര്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും എടുത്തു നോക്കുമ്പം എല്ലാം സൗഖ്യപ്പെടുത്തുന്നത് കർത്താവ് എന്ത് കണ്ടിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഖ്യം കണ്ട് അനേകം പേർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയണം. ഈ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അനുഭവം നൽകിയാൽ പഴയതിനേക്കാൾ അധികമായി ദൈവത്തിന് മുൻപിൽ വിശുദ്ധിയോടെ വ്യാപരിക്കും, കൃപയോടെ വ്യാപരിക്കും, അനുഗ്രഹത്തോടെ വ്യാപരിക്കും എന്ന് ഉറപ്പുള്ളപ്പോഴാണ് ദൈവം അടയാളങ്ങൾ അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതാണ് പത്രോസിൻ്റെ അമ്മായിമ്മനെ കുറിച്ച് പറയണത്. എന്താ, പത്രോസിൻ്റെ അമ്മായിമ്മ കലശലായ പനിയായിരുന്നു, അപ്പോൾ കർത്താവ് വീട്ടിൽ വന്നു, അവളെ സ്പർശിച്ചു, സുഖം പ്രാപിച്ച ഉടൻ തന്നെ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ സൗഖ്യത്തിൻ്റെ ഓരോ കാര്യവും മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പം
അതിൽ കർത്താവ് ലക്ഷ്യം വെക്കണത് സൗഖ്യം കിട്ടി പണിയെടുത്ത് പോകാമെന്നുള്ളതല്ല. കർത്താവ് ലക്ഷ്യം വെക്കണത് ആ വ്യക്തി പിന്നീട് എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതാണ്. ഇപ്പം ദൈവം ഒരാളെ സ്വന്തമാക്കാനായിട്ട് ഒരു സൗഖ്യം കാരണമാകുമെങ്കിൽ ദൈവം അതിലൊരു തീരുമാനം എടുക്കും എന്നുള്ളത് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിന് ഒരു ഭാഗത്ത് അതിനുവേണ്ടി കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകണം. ഭഗവാന്റെ അച്ഛൻ പറയും, എല്ലാ കുടുംബവും നിലനിൽക്കുന്ന ഇതുപോലെ ഈ പ്രാർത്ഥനക്കാരിയായിട്ടുള്ള അല്ലെ പ്രാർത്ഥനക്കാരനായിട്ടൊരു വ്യക്തി കണ്ണീരൊഴുക്കി കർത്താവിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നുണ്ടാണ്. ഇപ്പോൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം അതിന് ശക്തമായിട്ടൊരു സമയബന്ധിതമായിട്ട് നമ്മൾ തന്നെ ദൈവത്തിന് ഇടപെടാനായിട്ടൊരു സമയം കൊടുക്കും. 1 പുതുക്ക് 2 പുതുക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ സമയം ഇതിനകത്തൊരു ഭയങ്കര ക്രൈറ്റീരിയയാണ്. ഇന്ന് കിട്ടാനുള്ള ഭക്ഷണം ഇന്ന് കിട്ടണമെന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഈ സമയബന്ധിതമായിട്ട് ദൈവം ഒരു നിയോഗത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളെയൊക്കെ നമ്മളിങ്ങനെ മുഖവുരക്കെടുക്കുമ്പം വ്യാകുലങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ അമ്മ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മാനസിക യുക്തിയിൽ നോക്കുമ്പം ഇനി ദൈവം തിരഞ്ഞെടുത്തവരെല്ലാം ഹാപ്പി ആയിട്ടാണ് ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ട് സന്തോഷവതിയായിട്ട് സ്വർണ്ണക്കരണ്ടിയായിട്ട് വായിൽ ജീവിച്ച് വളരേണ്ട ഒരാൾ പരിശുദ്ധ അമ്മ തന്നെ. പക്ഷെ മാതാവിൻ്റെ ജീവിതം നോക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ മാനുഷികമായ കണ്ണി നോക്കുമ്പം പരിതാപകരമാണ്. കാരണം സ്വസ്ഥമായിട്ടൊരു പ്രസവ ശുശ്രൂഷയോ പ്രസവാനന്തര ശുശ്രൂഷയോ പോലും ലഭിക്കാൻ പറ്റാത്ത ഒരു ബേസിക്കായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് പോലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു സ്ത്രീ എന്ന നിലയിലാണ്. അവസാനം ഒരു മകനുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ലോകം നന്നാക്കാനായിട്ട് ഇറങ്ങിപ്പോയി. അവസാനം അകാലത്തിൽ ഔസേപ്പിതാവ് മരിക്കണു. ഒരു വിധവയായിട്ട് ഒറ്റയ്ക്കൊരു കുടുംബത്തിൽ ജീവിക്കുന്നു. കർത്താവിനെ കാണാൻ ചെല്ലുമ്പോഴുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം കുരിശിൻ്റെ ചുവട് വരെ അമ്മ കടന്നു പോയിട്ടുള്ള വഴികൾ കനൽ വഴികളാണ്. അപ്പോൾ ഈ കനൽ വഴിയിലും ധീരതയോടെ മുന്നോട്ട് പോകുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത് ഈ സ്വർഗീയ പിതാവ് അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെച്ചിട്ടാണ്. കാരണം കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ഒരിക്കലും ദൈവത്തിനെ വിളിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ്റെ 15:25 പറഞ്ഞിരിക്കണത്, എന്നെ പീഡിപ്പിക്കുന്നവർ നാളെ നിങ്ങളെയും പീഡിപ്പിക്കും. ഇതാണ് കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നാളെ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നവർ നിങ്ങളെ കൊല്ലാൻ ആളെ വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ മിഥ്യായ പ്രബോധനങ്ങളല്ല. 15-25 വളരെ രസകരമായിട്ട് ശിഷ്യന്മാരോട് സീരിയസ് ആയിട്ട് പറയണ ഒരു കാര്യമാണ്, എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ അവർ കൊല്ലും. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട്, അതായത് ഈ ലോകത്തിൽ പക്ഷേ ഈ ഒരു ബോധ്യം ശിഷ്യന്മാർക്ക് അപ്പം കിട്ടണില്ല. കർത്താവിൻ്റെ മരണത്തിന് ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടിയാണ് അവർക്ക് ആ ബോധ്യത്തിൻ്റെ ഒരു മനസ്സിലാകുന്നത്. കാരണം ഉത്ഥാന രഹസ്യം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ മരിപ്പ് അല്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് കർത്താവ് കാണിച്ചതിന് ശേഷമാണ് കർത്താവിന് വേണ്ടി മരിക്കുന്നത് നേട്ടമാണെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയത്. അതന്നെ കാര്യം. അതുകൊണ്ടാണ് ഈ ഉത്ഥാനത്തിന് ശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ചയിലൊക്കെ നമ്മൾ വായിച്ചില്ലേ, കർത്താവ് എന്നിട്ട് ഈ പാർശ്വഫലങ്ങൾ കാണിക്കും, എന്നിട്ട് അവരുടെ ഇടയിൽ അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും നൽകിയിട്ട് പറയും, ഇനി ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോഴേക്കും അവർ ആ കഥകളെല്ലാം തുറന്ന് എല്ലാവരുടെക്കിലും പോയി പറഞ്ഞ് അടിയും മേടിച്ച് മരിച്ച് രക്തസാക്ഷിത്വം മരിച്ചു എന്നുള്ള കാര്യം. അവർക്കൊരു കാര്യം ക്ലിയറായി, ഇനി ഈ ലോകത്തിൻ്റെ കണ്ണിലുള്ള വിശ്വാസത്തിനെ കുറിച്ചല്ല. ഇത് കർത്താവ് പണ്ട് തൊട്ടേ പറയാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ അത് അവർക്ക് ക്ലാരിറ്റി കിട്ടി വന്നപ്പോൾ ലേറ്റായിട്ട് പോയതാണ്. അതുകൊണ്ടാണല്ലോ ഈ അമ്മ 2 മക്കളെയും കൊണ്ടുവന്നിട്ട് കർത്താവെ നീ രാജ്യം സ്ഥാപിക്കുമ്പോഴേക്കും ഒരാളെ ഇടത്തും വലത്തൊക്കെ നിർത്തണമെന്ന് പറയണത്, കർത്താവ് ഇങ്ങനെ ഈ ആളെ കൂട്ടി ഇങ്ങനെ ഒരു രാഷ്ട്രീയ പവറായിട്ട് വരുമ്പോൾ സാമ്രാജ്യം പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ധനകാര്യവും ഏറ്റവും പ്രധാന പൊതുവരാമത്വമൊക്കെ കിട്ടും എന്നുള്ളൊരു ഇതിലാണ്. അതാണ് അവർ കർത്താവിൻ്റെ കൂടെയുള്ളവർ പോലും ഒരു ഈ ലോക ജീവിതത്തിൽ കർത്താവ് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരാളാകും എന്നുള്ളതാണ്. അന്നത്തെ രാജാക്കന്മാർ കർത്താവിനെ കൊല്ലാനായിട്ടുള്ള കാരണവും ഇങ്ങനെ ആൾക്കൂട്ടത്തോടുകൂടി ഇവനിങ്ങനെ ഒരു പവർഫുൾ ലീഡറായിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഒരു പൊതുപ്രക്ഷോഭം ഉണ്ടാക്കി അട്ടിമറി വിജയം നേടി കർത്താവ് നാളെ രാജാവാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് ഈ ആൾപ്പെരുപ്പം കൂടുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കണത്. അല്ലാതെ കർത്താവ് ഒരു പാവം ഗുരുവായിട്ട് ഇവിടെ പ്രസംഗിച്ച് നടന്നെന്നുള്ളതല്ല. പ്രസംഗിക്കുന്നിടത്തെല്ലാം ആളുകൾ, ചെല്ലുന്നിടത്തെല്ലാം അടയാളങ്ങൾ, കർത്താവിന് വേണ്ടി ജയ് വിളിക്കാനായിട്ട് അവസാനത്തെ ജെറുസലേമിലെ പ്രവേശനമൊക്കെയാണ് കർത്താവിനെ കൊല്ലാനായിട്ട്. കാരണം ജയ് വിളിക്കാനും കർത്താവിന് വേണ്ടി ആർപ്പ് വിളിക്കാനും ഇങ്ങനെ തെരുവ് മുഴുവൻ ആളുകൾ ഇങ്ങനെ നിറയുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അവർ നോക്കുമ്പോൾ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്.
കർത്താവിൻ്റെ ഒരു വാക്കിൽ സാമ്രാജ്യം മുഴുവൻ തകർത്ത. അപ്പോൾ പടയാളികളെക്കാൾ അധികമാണല്ലോ എപ്പോഴും ജനങ്ങൾ. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പടയാളികളല്ലല്ലോ ജനങ്ങൾ, ഇപ്പോൾ പോലീസുകാരൊക്കെ കൂടുതൽ ജനങ്ങളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അതിൽ കൂടുതൽ ആൾ സപ്പോർട്ട് ഇദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പം കർത്താവിനെ, അപ്പം ശിഷ്യന്മാരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു രാജ്യമൊക്കെ പിടിച്ചടക്കിയിട്ട് ശിഷ്യന്മാർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ജീവിക്കാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണ് ഈ കൂട്ടത്തിൽ ആരാണ് വലിയവനെന്നൊക്കെയുള്ള ശിഷ്യന്മാരുടെ ചിന്ത വരുന്നതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഈ മാനുഷികമായ അവരുടെ ചിന്തകളാണ്. അപ്പം ആ സമയത്താണ് കർത്താവ് ഇതൊന്നും അല്ല, ഞാൻ ദേ മരിക്കാൻ പോവാണ്, എന്നെ പിടിച്ചു വിടും എന്നൊക്കെ പറയുമ്പോൾ തകർന്ന് തരിപ്പണമായിട്ട് ഇപ്പോൾ യൂദാസ് പണസഞ്ചി എടുത്ത് പോയിട്ട് 20 അല്ലെങ്കിൽ 30 വെള്ളിക്കാശിന് വിറ്റെന്ന് പറഞ്ഞാൽ കിട്ടട്ടെ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ഇങ്ങനെ അല്ലെങ്കിൽ ഈശോനെ ഇങ്ങനെ മാറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിന്തയെല്ലാം തകർന്ന സമയത്താണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ചലിപ്പിക്കണത് ആത്മാവാണെന്നാണല്ലോ. ആ ആത്മാവ് നിൻ്റെ മേൽ വരും, നിനക്കൊരു പുത്രനുണ്ടാവും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അമ്മ വലം പ്രദേശത്തേക്ക് ഓടി എലിസബത്തിനെ കണ്ടത്. ഇപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം എൻ്റെ സ്നേഹമുള്ളവർ, വണക്കത്തിൽ ആയിരിക്കുന്നവർ, ഉടമ്പടിയിലായിരിക്കുന്നവർ, അവർക്കൊക്കെ എന്താണ് ഈ സ്പിരിറ്റ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഞാൻ എല്ലാം പറയണില്ല, എല്ലാവർക്കും ഇങ്ങനെ ഉത്ഥാനത രഹസ്യങ്ങൾ വെളിപ്പെട്ടു എന്നല്ല, പക്ഷെ അവർക്ക് എവിടെയോ ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ഒരു ജേർണി ഉടമ്പടി യാത്രയെ വെച്ച് അവർക്കൊരു കാര്യം മനസ്സിലാവും. ഈ കർത്താവ് ഈശോയും മാതാവെന്ന് പറയുന്ന, അല്ല ഈശോയും മാതാവെന്ന് പറയണത് ഉള്ളതാണ്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറച്ചിലൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ അക്രൈസ്തവരായിട്ടുള്ളവരെല്ലാം കൂടുതൽ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും, അവർക്ക് ഉത്ഥാന രഹസ്യം വരെ, നിത്യജീവൻ വരെ മനസ്സിലാവും എന്നുള്ള ചോദ്യമുണ്ട്. എങ്കിലും അവിടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാവും, ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ വേറെ പണിയില്ലാത്തവരൊന്നും അല്ലല്ലോ ഇവിടെ ഒന്ന് പറയണം. അപ്പോൾ ഈ ഒരു ബോധ്യം കിട്ടും. അതൊരു ചെറിയൊരു അടയാളമാണ്. അത് ചിലർക്ക് വലിയ രീതിയിൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം ദൈവം നമ്മളെ എന്തിനെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് ടാസ്കുകളുണ്ടാവും. ഇപ്പം മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ടാസ്കുകളെല്ലാം മാതാവ് മൗനമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നേറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും വരുമ്പോഴേക്കും നമ്മളതിനെ പൊതുവെ പരാതികൾ പറഞ്ഞ് മുൻപിലോട്ട് കൊണ്ടുവരും. അതാണ് അച്ഛൻ പറയണത്. ഒരുപാട് ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പം ദൈവത്തിനെ നമ്മൾ പഴിക്കരുത്. നമ്മൾ നിശബ്ദമായിട്ട് ദൈവത്തിനെ അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം മാതാവാണ് നമുക്ക് മാതൃക. അവളുടെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുമെന്ന് പറയുമ്പോഴും, തൻ്റെ മകൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോഴും, തൻ്റെ മകൻ എന്നോട് ആരാണ് എൻ്റെ അമ്മയും സഹോദരനെന്ന് പറയുമ്പോഴും, ആദ്യം തനിക്കുണ്ടാകുന്ന എല്ലാ വേദനകളുടെ നടുവിലും മാതാവ്, ബൈബിളിൽ പറയണില്ലല്ലോ, മാതാവ് ഓർത്തു, കർത്താവേ നീ നൽകിയ ഈ ഒരു കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തിട്ട് എനിക്ക് കഷ്ടപ്പാട് മാത്രമാണല്ലോ ഉള്ളത് എന്നൊന്നും പറയണില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്, നമ്മൾ നന്മകൾ ചെയ്ത് ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കടന്നു വരുന്നെങ്കിൽ അത് ടെസ്റ്റിംഗ് ഫെയ്ത്ത് ആണെന്ന് മനസ്സിലാക്കി വീണ്ടും കൃപയോടും പ്രാർത്ഥനയോടും കൂടി ചേർന്ന് നിൽക്കണം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ അതിജീവിക്കാനുള്ള അഭിഷേകം തരണേ, നീ കൂടെയുണ്ടെന്ന് എന്നെ ഒന്ന് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാവുള്ളൂ. പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോസ്തലന്മാരുടെയും പറയണത് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും, ഇരുൾ മൂടിയ താഴ്വര ഉണ്ടായാലും, തീക്കനലിൻ്റെ നടുവിൽ കൂടെ നടന്നാലും നമ്മളത് അറിയാതെ, പതറാതെ, ഇടറാതെ മുന്നോട്ട് പോകാനുള്ള അഭിഷേകമാണ് പ്രാർത്ഥന നമുക്ക് നൽകുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ ആദ്യത്തേത്, കർത്താവെ ഞങ്ങൾ എവിടെ വേണേലും നടക്കാം, എവിടെ വേണേലും പോവാം, നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു സംരക്ഷണത്തിൻ്റെ സാന്നിധ്യം ഒന്ന് എന്നെ ഒന്ന് അനുഭവിച്ചാൽ മതി. അറിയത്തില്ലല്ലോ ഈ സഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറം ദൈവം നമ്മളെ എടുത്ത് ലിഫ്റ്റ് ചെയ്യാനാണ് എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എപ്പോഴും മാതാവിനോട് ചേർത്ത് വണക്കമാസത്തിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാവണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങളേറുമ്പോൾ അത് നമ്മളെ ദൈവത്തെ പഴിക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ. ജോബിൻ്റെ പുസ്തകത്തിൽ സ്വന്തം ഭാര്യ പോലും അവസാനം ജോബിനോട് പറയും, ഇട്ടിട്ട് അവനെ, നിങ്ങളുടെ ഈ രക്ഷകനായവനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി വരാം. സുഹൃത്തുക്കൾ പറയും, പക്ഷെ ജോബ് ചെയ്യണില്ലല്ലോ. അവസാനം ക്ലൈമാക്സിൽ എന്താണ് പറയണത്? അവന് നഷ്ടപ്പെട്ടതും േക്കാൾ 100 ഇരട്ടി അധികമായി ദൈവം അവന് തിരികെ കൊടുത്തു എന്നുള്ളതാണ്. ദൈവത്തിനോടുള്ള വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെടും എന്നുള്ളത് കർത്താവ് തന്നെ തെളിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ സ്വർഗസ്നാപിതാവിൽ പ്രാർത്ഥിക്കുമല്ലോ, കർത്താവെ
പരീക്ഷണങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. കാരണം ചില വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ നമുക്ക് ചിന്തയ്ക്കപ്പുറമാണെങ്കിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണതാണ്, കർത്താവെ എന്നെ പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തരുതേ, കാരണം എനിക്ക് അതിൽ വിജയിക്കാനായിട്ട് ശക്തിയുള്ള പരീക്ഷണങ്ങൾ മാത്രമേ നീ നൽകാവേ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് ഒരിക്കലും എന്തിനു വേണ്ടിയും ആർക്കു വേണ്ടിയും നിന്നെ വിട്ടു പോകുവാനായിട്ട് എന്നെ ഇടവരുത്തരുതേ എന്ന്. ഈ ഉടമ്പടി നിങ്ങൾക്കൊരു സ്ട്രോങ് ഹോൾഡാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് നമ്മളെ അതിനെ ഒരുപാട് സഹായിക്കും. അവസാനത്തെ സ്റ്റെപ്പാണെങ്കിലും മാതാവ് ഇറങ്ങി വന്ന് കൈ പിടിച്ചിട്ട് പൊക്കിയെടുക്കുന്ന അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങളുള്ളത്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത് വിശ്വാസമാണ്. തുടക്കത്തിൽ സാക്ഷ്യം പറഞ്ഞതുപോലെ മക്കൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കേണ്ടത് എനിക്കിത് കിട്ടണേ എന്നല്ല, കർത്താവെ എനിക്കിത് കിട്ടിയാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് പ്രത്യേകം അഭിഷേകം ചെയ്യണേ എന്നും എനിക്കിത് ലഭിച്ചാൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം കൃപയിൽ ജീവിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ടായിരിക്കണം ഓരോ നിയോഗവും സമർപ്പിക്കേണ്ടത്. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം, കൈകൾ കുപ്പി കണ്ണുകളടച്ച് നമ്മുടെ മനസ്സിലുള്ള നിയോഗങ്ങൾ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ഈ ജപമാലയിലും വടക്കമാസ വായനയിലുമൊക്കെ സമർപ്പിക്കാം. സമർപ്പിക്കുമ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ടത് എനിക്കിത് ലഭിച്ചാൽ എൻ്റെ ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ വ്യക്തിയുടെ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ചിട്ടും കർത്താവ് ഈ വ്യക്തി നിനക്ക് വേണ്ടി ഈ വ്യക്തിയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ഉടമ്പടി ഒരു കാരണമാകണമേ, അതിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ഒരു സമയമായിരിക്കുകയും കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നും അഭിഷേകം നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരളയണമേ.